ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഒപ്പം ഡൽഹിയിൽ നിന്ന് അച്യുതനും വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഈ അപകടമുണ്ടായി അതിൻ്റെ ആദ്യ മിനിറ്റിലെ കാഴ്ചകൾ നമുക്കൊരു പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ണെടുക്കും, അത്രത്തോളം ഭീകരമായിരുന്നു. അവിടെ ആ സ്ഥലത്ത്, ഇപ്പോൾ ശ്രീനാഥ് നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകൾ അത്രത്തോളം ഭയാനകമായിരുന്നു. അപ്പോൾ ആ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ആ പ്രോസസ്സ് അത് ഏറെക്കുറെ അവസാനിച്ചു എന്നാണ് കരുതുന്നത്. അങ്ങനെ രക്ഷാദൗത്യത്തിന് തീ ആളിപ്പടരാതിരിക്കുക എന്നത് മാത്രമായിരുന്നു പിന്നീട് ഫയർഫോഴ്സും ഒക്കെ നോക്കിയത്. അത് അണയ്ക്കാൻ കഴിഞ്ഞു, നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ആശുപത്രിയിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ എന്താണ്? ശ്രീനാഥ്, അവിടെ ചെന്നിട്ട് ഏതാനും മണിക്കൂറുകളാകുന്നതേ ഉള്ളൂ, ഏതാനും മിനിറ്റുകളാകുന്നതേ ഉള്ളൂ. ഗ്രൗണ്ട് സീറോയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ശ്രീനാഥ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? വിജയകുമാർ, നമുക്ക് ആദ്യം നേരെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കാരണം ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി, എത്ര വലിയ മഹാദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഈ ദുരന്ത ഭൂമിയിലെ ഈ കാഴ്ചകൾ. വിമാനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വ്യക്തമായി കാണാൻ കഴിയുന്ന തരത്തിൽ ഒന്നും തന്നെ താഴെ വീണ് കിടക്കുന്നില്ല. വിമാനം ഏതാണ്ട് ചിന്നിച്ചിതറി എന്ന് തന്നെ പറയാം. ആ തരത്തിലാണ് അവസ്ഥ. വിമാനം തകർന്ന് വീണ ഇടത്തെ കെട്ടിടങ്ങളൊക്കെ തന്നെ കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതിൽ ചില കെട്ടിടങ്ങളുടെ മുകൾ വശം സാരമായ പരിക്കുകൾ ആ കെട്ടിടങ്ങൾക്ക് പറ്റി എന്ന് നമുക്ക് മനസ്സിലാവുന്നു. മാത്രമല്ല, ഇവിടെയുള്ള മരങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം ഈ കത്തിക്കരിഞ്ഞു പോയ അവസ്ഥയിലുണ്ട്. ഒരു വലിയ സ്ഫോടനം നടന്ന ഒരു മേഖലയിൽ എങ്ങനെയാകുമോ കാഴ്ച, ഏതാണ്ട് അതിന് സമാനം തന്നെയാണ് ഈ മേഘ് നഗറിലെ ഈ ഒരു മേഖല. ഇവിടെ BJ ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റലുണ്ട്. ഒപ്പം തന്നെ ഈ ഡോക്ടർമാർ താമസിക്കുന്ന വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ തന്നെ ഈ മേഖലയിലാണ്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 5 കെട്ടിടങ്ങളെങ്കിലും ഈ ഒരു സ്ഫോടനം ബാധിച്ചിട്ടുണ്ട്, ഈ ഒരു അപകടം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഫ്ലാറ്റുകൾക്ക് മുകളിൽ ആകെ തന്നെ കരി പിടിച്ച് കിടക്കുന്നു. AC കളും മറ്റുമൊക്കെ തകർന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച. അത്തരത്തിൽ ഒരു വലിയ സ്ഫോടനം നടന്ന, വലിയൊരു ദുരന്തം നടന്ന മേഖലയെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഇപ്പോഴിവിടെ രക്ഷാദൗത്യം ഒന്നും തന്നെ പുരോഗമിക്കുന്നില്ല. ഇവിടെ ദൗത്യം ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെയും മറ്റും വാഹനങ്ങളൊക്കെ ഇവിടെ കാണാം. NDRFിൻ്റെയും ആർമിയുടെയും BSFിൻ്റെയും ഒക്കെ തന്നെ സേനാംഗങ്ങളെ വളരെ വേഗത്തിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പോലും നേരിട്ടുള്ള ഇടപെടൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ആ ഒരു നീക്കം. അതിൻ്റെ കൂടി ഒരു പരിശ്രമം ഇവിടെ നടന്നെങ്കിലും ആരെങ്കിലും ജീവനോടെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ, അതിലൊരാൾ മാത്രമാണ് രക്ഷപ്പെട്ടു വന്നത്. അദ്ദേഹം പോലും ഈ എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗത്തായിരുന്നുകൊണ്ട് അദ്ദേഹം സ്വയം പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് ആംബുലൻസിലേക്ക് നടന്നു പോവുകയുമായിരുന്നു. അതല്ലാതെ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടി ആരെയും കഴിഞ്ഞില്ല എന്നത് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി. സാധാരണ വലിയ വിമാനാപകടങ്ങളിലൊക്കെ എന്താണോ സംഭവിക്കുക അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോഴും ഈ സംഭവിച്ചത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പോലീസ് ആളുകളെയും മാധ്യമങ്ങളെയൊക്കെ മാറ്റുന്നുണ്ട്. ഒരു മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാകും തൽക്കാലം ആളുകളെയൊക്കെ മാറ്റുന്നുണ്ട്. ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ഇപ്പോഴൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. NDRF സ്ട്രക്ചറുമായി വീണ്ടും ഒരിക്കൽ കൂടി ആ മേഖലയിലേക്ക് പോകുന്നതും നമുക്കിപ്പോൾ കാഴ്ചയിൽ കാണാൻ വേണ്ടി കഴിയും. അഹമ്മദാബാദിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് 1988 ഇതുപോലൊരു വിമാനാപകടം ഉണ്ടാവുന്നത്. അന്ന് മുംബൈയിൽ നിന്ന് വന്ന വിമാനമാണ് അത്, ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം. അത് അഹമ്മദാബാദിൽ എത്തുന്നതിന് മുമ്പ് ഈ തരത്തിൽ തകർന്നു വീണു. അന്ന് 135 യാത്രക്കാരായിരുന്നു. അതിൽ 133 പേരും മരിച്ചു എന്നതാണ് അന്നത്തെ ഒരു കണക്ക്. 2 പേർ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് സമാനമായ ഒരു അപകടം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നു. അത് വലിയ വ്യാപ്തി, ഇന്ത്യയുടെ ചരിത്രത്തിലെ വിമാന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള ഒരു അപകടമായി ഇത് മാറുന്നു. 96 അന്ന് ഹരിയാനയിൽ വെച്ച് നടന്ന വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടം 350-ലേറെ പേർ മരിച്ചു. അതിനുശേഷം ഇത്രയധികം പേർ മരിക്കുന്ന ഒരു അപകടം സമീപകാലത്ത് ഒന്നും തന്നെ ഉണ്ടായിട്ടുള്ള 2010 അന്ന് മംഗളൂരുവിൽ ഉണ്ടായ അപകടത്തിലാണ് ഏതാണ്ട് ഇതിന് സമാനമായത് എന്നെങ്കിലും പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. പിന്നീട് 2020 കോഴിക്കോട് എയർ ഇന്ത്യ വിമാനം വീണത് നമ്മൾ കണ്ടതാണ്. അന്നും ഇത്രയേറെ മരണസംഖ്യ ഉയർന്നിരുന്നില്ല. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ നടുക്കി കളയുന്ന തരത്തിലുള്ള ഒരു അപകടം. മലയാളികൾ കൂടി അതിൽ, ആര് മരിച്ചാലും നമുക്ക് വിഷമം തന്നെയാണ്, പക്ഷേ ഒരു മലയാളി കൂടി മരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വന്നപ്പോൾ അത് കേരളത്തിൻ്റെ കൂടി ഒരു വലിയ ദുഃഖമായി മാറുക കൂടി ആണ്. ആ തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദേശ പൗരന്മാർ, 50-ലേറെ വിദേശ പൗരന്മാരുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ബ്രിട്ടീഷുകാരായിരുന്നു. ആ വിദേശ പൗരന്മാരിൽ ബഹുഭൂരിപക്ഷവും പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, കനേഡിയൻ ആളുകൾ ഉണ്ടായിരുന്നു. ആ തരത്തിൽ വിദേശികൾ അടക്കമുള്ളവർ സഞ്ചരിച്ച ഡ്രീം ലൈനർ, ബോയിങ്ങിൻ്റെ തന്നെ ഡ്രീം ലൈനർ വിമാനമാണ് ഈ തരത്തിൽ പറന്നുയരുന്നതിന് പിന്നാലെ
തകർന്ന് വീണത്. ഏതായാലും ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മൃതദേഹം കൂടി അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. അതേ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ആളുകളെയൊക്കെ തന്നെ മാറ്റുകയും ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഇപ്പോഴൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും പിന്നീട് NDRF സ്ട്രക്ചറും മറ്റുമായി ആ മേഖലയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഏതായാലും ചില മൃതദേഹങ്ങളെങ്കിലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീടുണ്ടാവും. DNA പരിശോധന അടക്കം നടത്തേണ്ടി വരും. സാധാരണ വലിയ വിമാന അപകടങ്ങളിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെയും അതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്, ഒരു ഹോസ്റ്റലിന് മുകളിലേക്കാണ് ആദ്യം വിമാനം പതിക്കുന്നത്. പിന്നീട് നേരെ മുന്നോട്ട് നീങ്ങി ഇവിടെയുള്ള 3-4 ബിൽഡിങ്ങുകളിലെങ്കിലും അത് ഇടിച്ച ശേഷമാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു വലിയ മേഖലയിലാകെ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നു. അതിൽ പോലും വിമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഏതാണ്ട് ചിന്നിച്ചിതറിയ അവസ്ഥയിൽ തന്നെയാണ് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ. ഒരു എഞ്ചിൻ ഭാഗം മാത്രം നമുക്കവിടെ കാര്യമായി അതിനെ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു, അത് എഞ്ചിൻ ഭാഗമാണെന്ന്. മറ്റ് ഒരു ഭാഗവും നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. ആ തരത്തിലാണ് അവശിഷ്ടങ്ങൾ ഇവിടെ ചിന്നിച്ചിതറി കിടക്കുന്നത്. വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ബാഗുകളുടെയും മറ്റും അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നു. ആ തരത്തിൽ ഒരു വലിയ ദുരന്ത ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വേദന അത്രയും ഇവിടെ എത്തിയ നാട്ടുകാരുടെയൊക്കെ തന്നെ മുഖത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഇപ്പോൾ സിവിൽ ആശുപത്രിയിലാണ് കാര്യമായ നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അവിടെ വലിയ എണ്ണം ആളുകളുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. ആ നടപടി പുരോഗമിക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, അത് നടക്കുന്നു. ബന്ധുക്കൾക്ക് ഈ അഹമ്മദാബാദിലേക്ക് എത്താൻ വേണ്ടി മുംബൈയിൽ നിന്നും ദില്ലിയിൽ നിന്നുമൊക്കെ പ്രത്യേക വിമാനം തന്നെ എയർ ഇന്ത്യ ഈ ഘട്ടത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ കൂടി എത്തും. വെസ്റ്റേൺ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസ് ഈ ഭാഗത്തേക്ക് അഹമ്മദാബാദിലേക്ക് മുംബൈയിൽ നിന്നും ദില്ലിയിലും ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിൽ ബന്ധുക്കൾക്കും മറ്റും വേഗത്തിൽ എത്താൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ കൂടി എത്തുന്നു. ആ തരത്തിൽ കേന്ദ്ര സർക്കാർ കൂടി ഒരു ദേശീയ ദുരന്തം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ദുരന്തമായി തന്നെയാണ് അതിനെ കാണേണ്ടതും. അതുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ആ തരത്തിലുള്ള പ്രതികരണം വന്നത്. ഇപ്പോൾ ഒരു VVIP വരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഒരു VVIP, അതാരാണെന്ന് വ്യക്തതയില്ല. എംബസിയുടെ വാഹനമാണ്. ഒരുപക്ഷെ ബ്രിട്ടീഷ് എംബസിയിൽ നിന്നാകാം എന്നതാണ് നമുക്ക് തോന്നുന്നത്. എംബസി വാഹനങ്ങളാണ് കടന്നു വരുന്നത് പോലീസ് എസ്കോർട്ടോടെ. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കുറച്ചുകൂടി ആ നിയന്ത്രണം കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ തരത്തിൽ നീക്കങ്ങളാണ് നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ കാണാൻ കഴിയുന്നത്.